അവൾ അയാന പാർട്ട് 40. മോനെ, എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ ഇങ്ങനെ സംസാരിക്കൂ? ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നോ? ഈ വീടും സ്ഥലവും എൻ്റെ പേരിൽ എഴുതിത്തരണം. അത് ചെയ്തേ പറ്റൂ. മോനെ, ഈ അമ്മക്ക് ഈ 3 മക്കളും ഒരേപോലെയാണ്. അപ്പോ ചെറിയ കുട്ടിയല്ലേ, ഈ വീട് ഞാൻ നിന്റെ പേരിൽ എഴുതുക എങ്ങനെയാ? നിങ്ങൾ 3 പേർക്കും അവകാശപ്പെട്ട സ്ഥലമാണ്. അമ്മ വേദനയോടെ പറഞ്ഞു. ഞാനാണ് മൂത്ത മകൾ, അത് നിങ്ങൾ മറക്കരുത്. മോനെ, ഈ വീട് ഇങ്ങനെയാകാൻ വേണ്ടി പഞ്ചായത്തിലേക്ക് ഓടി നടന്നതെല്ലാം അയാനയാണ്. എൻ്റെ അമ്മമ്മോളില്ലെങ്കിൽ നമുക്ക് ആ പഴയ ഓല വീട് തന്നെയായിരിക്കും. ഇതൊന്നും നിനക്ക് ഒറ്റക്കായി നൽകാൻ പറ്റില്ല മോനെ. അമ്മ അത് കേട്ടതും ചേട്ടൻ ദേഷ്യത്തോടെ അമ്മയെ നോക്കി. എനിക്കറിയാം എന്ത് വേണമെന്ന്. അതും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോയി. കൂടെ തന്നെ ഏട്ടത്തിയമ്മയും. ആ അമ്മ വേദനയോടെ അതെല്ലാം നോക്കി അവരുടെ മുറിയിലേക്ക് പോയി. എൻ്റെ അമ്മമോള് ഇവിടെ ഉണ്ടെങ്കിൽ ഈ വേദനയൊന്നും ഞാൻ അറിയാതെ എൻ്റെ മോള് അതെല്ലാം ഏറ്റുവാങ്ങിയിരുന്നു. പാവം എൻ്റെ മോള്, അവളുടെ കഷ്ടപ്പാടാണ് ഈ വീട് പോലും. വേദനയോടെ എന്തൊക്കെയോ ആലോചിച്ച് ആ അമ്മ കിടക്കയിലേക്ക് കിടന്നു. രാവിലെ അയാന മുറ്റം അടിക്കുമ്പോഴാണ് അപ്പു എണീറ്റ് വന്നു വരാന്തയിലിരുന്നു. നീ എണീറ്റോ? അയാന. ആ ചേച്ചി. അപ്പോഴാണ് 2 ചായക്കപ്പ് കൊണ്ട് സിത്തുവിന്റെ വരവ്. ആഹാ, അളിയൻ നേരത്തെ എണീറ്റോ? ഇന്നത്തെ ചായ എൻ്റെ വക ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതും പറഞ്ഞ് അവന് നേരെ ഒരു ചായക്കപ്പ് നെട്ടി. അവനും അപ്പുവിന്റെ അപ്പുറത്തിരുന്നു. അയാന അതൊരു പുഞ്ചിരിയോടെ നോക്കിയ ശേഷം അവൾ അടിച്ചു വരാൻ തുടങ്ങി. എൻ്റെ ചേച്ചി ഒന്ന് അനങ്ങി പണിയെടുക്ക്. ചേച്ചിയുടെ അടിച്ചു വരലത്ര പോരാ അല്ലേ അളിയ? അപ്പു സിദ്ധുവിനെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അപ്പു പറഞ്ഞു. ഓ. അതും പറഞ്ഞ് അയാന അപ്പുവിനെ നോക്കി ഗൗരവത്തിൽ പുഞ്ചിരിയോടെയും കൈ കെട്ടിയതും. അളിയൻ പറഞ്ഞത് ശരിയാ, അടിച്ചു വാരൽ അത്രക്ക് പോരാ. ഓഹോ, എന്നാ ഇനി അളിയന്മാര് വന്ന് അടിച്ചു വാരിയിട്ട് പോയാ മതി. അയാന ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കൈ ഊരക്ക് വെച്ചതും. അതിനെന്താ, അപ്പു അതെല്ലാം നല്ല വൃത്തി കടിച്ചു വാരും. നിനക്കറിയാഞ്ഞിട്ടാ അല്ലേടാ? സിദ്ധുവിന്റെ സംസാരം കേട്ട് അപ്പു സിദ്ധുവിനെ പൊളിച്ചു നോക്കിയതും സിദ്ധു അറിയാത്ത പോലെ അവിടെ നിന്നും എണീറ്റു. അടുക്കളയിൽ എൻ്റെ ചായ ബാക്കിയുണ്ട്, അത് തണുത്തോ എന്തോ. അതും പറഞ്ഞ് സിദ്ധു പതിയെ അവിടെ നിന്നും മുങ്ങി. അളിയാ. അപ്പു പോകുന്ന സിദ്ധുവിനെ അതും വിളിച്ചുകൊണ്ട് അപ്പു തിരിഞ്ഞു. അയാനയെ നോക്കുമ്പോൾ അവൾ ചൂൽ അവനു നേരെ നീട്ടിക്കൊണ്ടാണ് നിൽപ്പ്. ചേച്ചിയുടെ പൊന്നാരാനിയൻ ചേച്ചിയേക്കാൾ നന്നായി അടിച്ചു വാരിക്കേ, ചേച്ചി ഒന്ന് കാണട്ടെ. അയാന അത് കേട്ടതും ഒരു വളിച്ച ചിരിയോടെ അവളെ നോക്കി. അയ്യോടാ, ഞാനൊരു തമാശ പറഞ്ഞത് ചേച്ചി വിശ്വസിച്ചോ? അപ്പോ അയാനയുടെ കവിളിൽ വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും വിശ്വസിച്ചു. അയാന ഗൗരവത്തിൽ തന്നെ അയാനയും പറഞ്ഞതും. ഷടാ അളിയാ, നീ അറിഞ്ഞോ ഞാൻ പെട്ടു. അപ്പു ആത്മ എന്തിനാ പെട്ടെന്ന് റെഡിയാവാൻ പറഞ്ഞ്? ഒരു നീല ചുരിദാർ ഇട്ട് വന്നുകൊണ്ട് അയാന ചോദിച്ചു. അപ്പുവും റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അപ്പു, നീ നാളെ പോകുകയല്ലേ? നമുക്കൊരു ഷോപ്പിങ്ങിന് പോകാം. വരുന്ന വഴി വീട്ടിലും പോകാം, എന്തു പറയുന്നു? അത് കേട്ടതും അയാന അത്ഭുതത്തോടെ നോക്കി. വാ. അതും പറഞ്ഞ് സിദ്ധു ഇറങ്ങി. കൂടെ തന്നെ ഇവരും നേരെ ഷോപ്പിംഗ് ചെയ്തു. പിന്നീട് അവർ 3 പേരും കൂടെ ഒരു മാളിൽ പോയി. ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ആരോ ഒരാൾ വരുന്നത്. നീ അഭിമന്യു ആണോ? ആ വന്നയാൾ ഞെട്ടലോടെ ചോദിച്ചതും. സിദ്ധുവും അയാനയും ഒന്ന് പരസ്പരം നോക്കി. ആ വന്ന ആളെ കണ്ടതും അയാന പെട്ടെന്ന് അയാൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. അല്ല, ഞാൻ സിദ്ധാർത്ഥാണ്. സിദ്ധു പക്ഷേ ഇത് അഭിമന്യു തന്നെയാണ്. സോറി സർ, നിങ്ങൾക്ക് ആളും അറിയതാ, ഇത് എൻ്റെ ഭർത്താവ് സിദ്ധാർത്ഥാണ്.
അയാന അയാളെ നോക്കാതെ അതും പറഞ്ഞ് പെട്ടെന്ന് സിദ്ധുവിന്റെ കൈ പിടിച്ച് അവിടെ നിന്നും നടന്നു. അയാനയുടെ മുഖത്തെ വെപ്രാളം അവൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോ ഒന്നും മനസ്സിലാവാതെ അവരെ രണ്ടുപേരെയും നോക്കി. ഈ അഭിമന്യു ആരാ? അപ്പോ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അത് കേട്ടതും അവർ രണ്ടുപേരും ഒന്ന് പരസ്പരം നോക്കി. അറിയില്ല സിദ്ധു. നമുക്ക് വീട്ടിലേക്ക് പോകുകയല്ലേ അയാന. അതും പറഞ്ഞു അയാന ധൃതിയിലൊന്ന് തിരിഞ്ഞു ചുറ്റും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. സിദ്ധുവും അപ്പം അവളുടെ പുറകിൽ തന്നെ നടന്നു. അവിടെ നിന്നും ഇറങ്ങി 3 പേരും കൂടെ ബൈക്കിൽ പോയി കൊണ്ടിരിക്കുമ്പോഴാണ്, ചേട്ടോയ് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവല്ലേ, പോലീസ് ചെക്കിംഗ് ഉണ്ട്. മറ്റൊരു ബൈക്കിൽ എതിരെ പോകുന്ന ആള് പറഞ്ഞതും സിദ്ധു വണ്ടി നിർത്തി. അയ്യോ, നമ്മൾ 3 പേരുണ്ടല്ലോ, പ്രശ്നമാവുമല്ലോ. സിദ്ധു, ശരിയാ, 3 പേരൊന്നും പോകാൻ പാടില്ല. ഒരു ഐഡിയ ഉണ്ട്. ഈ വളവിലല്ലേ പോലീസ് ഉള്ളത്, ഞാൻ ഈ വളവ് തീരും വരെ നടന്നു പോകാം. അപ്പം സിദ്ധു ചേട്ടനും വണ്ടിയിൽ വാ. അത് വേണ്ട, ഞാൻ നടന്നോളാം ചേച്ചി. ഓ, ഈ കുറച്ച് ദൂരമല്ലേ, നിങ്ങൾ പതിയെ വാ, ഞാൻ അപ്പോഴേക്കും അവിടെ എത്താം. ആ, എന്നാ അങ്ങനെ ആവട്ടെ. സിദ്ധു അയാന പെട്ടെന്ന് തന്നെ അവിടെ നിന്നും നടക്കാൻ തുടങ്ങി. പോലീസിനെ മറികടന്ന് അവൾ നടന്നുപോയി. അവൾ ആ വളവ് കഴിഞ്ഞതും അവിടെ നിന്ന് അപ്പോഴേക്കും അവരും എത്തി. വേഗം കയറിക്കോ, ഇനി അവർ കാണുമ്പോഴേക്ക് വീട്ടിലെത്തണം. സിദ്ധു അവരെ 3 പേരെയും ഒരാൾ വീശിക്കുന്നുണ്ടായിരുന്നു. അവർ അതൊന്നും അറിഞ്ഞില്ല. അധികം വൈകാതെ തന്നെ അവർ വീട്ടിലെത്തി. അവർ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ അമ്മ പുല്ലും അരിഞ്ഞുകൊണ്ട് വരികയായിരുന്നു. ഏട്ടത്തിയമ്മ കുഞ്ഞിന് ഭക്ഷണം നൽകിക്കൊണ്ട് വരാന്തയിൽ ഇരിപ്പുണ്ട്. അവരെ കണ്ടതും അമ്മ പുല്ലവിടെയിട്ട് ഓടി വന്നു. ആഹാ, മക്കള് വന്നോ, വാ മക്കള്. അമ്മ അവർ സന്തോഷത്തോടെ അകത്തേക്ക് വിളിച്ചു. അപ്പോഴാണ് ശബ്ദം കേട്ട് ഏട്ടൻ ഹാളിലേക്ക് വരുന്നത്. അവരെ കണ്ടതും മുഖത്ത് വലിയ തെളിച്ചമില്ലാതെ അവനൊരു കഷ്ടപ്പെട്ട് പുഞ്ചിരിച്ചു. അമ്മ ധൃതിയിൽ അടുക്കളയിൽ പോയി ചായയും പലഹാരമെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി. അമ്മയുടെ ധൃതി കണ്ട്, അമ്മേ എന്താ ഇങ്ങനെ ധൃതി പിടിച്ച് ചെയ്യുന്നേ? അയ്യാന, എന്താ അറിയൂല മോളെ, നിന്നെ കണ്ടിട്ട് ഒരുപാടായ പോലെ. അമ്മ, എന്താ അമ്മേ ഇത്? അമ്മക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാലോ. ഇതിൽ അമ്മക്ക് കുറച്ച് സാരിയാ. അതും പറഞ്ഞ് അയാന അമ്മക്കൊരു കവർ നൽകിയതും. എന്തിനാ മോളെ എനിക്കിതെല്ലാം? അമ്മേ, ഇത് സിദ്ധുവേട്ടൻ വാങ്ങിയതാ, എല്ലാവർക്കും ഉണ്ട്. അയാന അവളുടെ വാക്കിലെ സന്തോഷം കണ്ട് ആ അമ്മ സന്തോഷത്തോടെ മോളെ വാരിപ്പുണർന്നു. ഒരുപാട് നേരം അവരെല്ലാം സംസാരിച്ചിരുന്നു. സിദ്ധു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഏട്ടൻ അതൊന്നും ഇഷ്ടമാകാതെയാണ് മറുപടി നൽകുന്നത്. ഏട്ടന്റെ പെരുമാറ്റം മനസ്സിലാക്കിയ അയാന, സിദ്ധുവേട്ടാ വാ, നമുക്കിവിടെ ചുറ്റുമെല്ലാം ഒന്ന് കാണാം. അയാന പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞതും അത് കേട്ടതും സിദ്ധുവും എണീറ്റ് അവളുടെ കൂടെ ഇറങ്ങി. അപ്പു വാ. ഞാനില്ല, നാളെ രാവിലെ ഹോസ്റ്റലിൽ പോകണം. വസ്ത്രമെല്ലാം ഒന്ന് എടുത്തു വെക്കട്ടെ, നിങ്ങൾ പോയിട്ട് വരൂ. അമ്മേ, ഞങ്ങളൊന്ന് പുയ വരെ പോയിട്ട് വരാം. അയാന, ആ മക്കൾ പോയിട്ട് വാ. 2 പേരും അവിടെ നിന്നും നടന്നു തുടങ്ങി. ഇവിടെയെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ആ, പ്രകൃതി ഭംഗി അത് വേറെ തന്നെയാണ്. അയാന അതും പറഞ്ഞ് ഒന്നും മിണ്ടാതെ നടക്കുന്ന അവളുടെ കയ്യിൽ അവൻ പിടിച്ചതും അവൾ തിരിഞ്ഞ് അവനെ നോക്കി. എന്താണ് നിനക്ക് പറ്റിയേ? ആ മാളിൽ വെച്ച് ഞാൻ ശ്രദ്ധിക്കുക. സിദ്ധു അത് കേട്ടതും അയാനയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവിടെ കണ്ട ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ല? അത് അഭിയുടെ അച്ഛനാണ്. അതുകൊണ്ടാണ് ഞാൻ മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറിയത്. അയാന, അതിനെന്താ? സിദ്ധു, അഭിയുടെ അമ്മയെ സിദ്ധുവിന് ശരിക്കും അറിയില്ല. അഭി നഷ്ടമായ അവർക്ക് ഇനി നിന്നെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. അയാന, അതിനെന്താ? ഞാൻ ഇനി അന്നില്ലാത്ത സ്നേഹം ഇപ്പൊ വരുമ്പോൾ അവരുടെ കൂടെ പോകുമെന്ന് വിചാരിച്ചു നീ? അതല്ല സിദ്ധു ഞാൻ പറയുന്നേ, അവന്റെ അമ്മയെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അതായത് നിന്റെ അമ്മയെ. അവർ കാരണം അച്ഛൻ ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച വേദന കുറച്ചൊന്നുമല്ല. ഞാൻ കാരണമാണല്ലോ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഇങ്ങനെ എന്നെല്ലാം ആലോചിച്ച് ഓരോ നിമിഷവും ഞാൻ വേദനിക്കുമായിരുന്നു. അവർക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. നിന്നെ അവർ തേടി വന്നാൽ ഞാനാണ് നിന്റെ ഭാര്യ എന്നറിഞ്ഞാൽ. അതും പറഞ്ഞ് അവളൊന്ന് നിർത്തി അവനെ നോക്കി.
എന്റെ പൊന്നയാന, നിനക്കിത് എന്താ പറ്റിയത്? ഞാൻ കണ്ടിരുന്ന അറിയുന്ന അയാന ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. വരാൻ പോകുന്നത് ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ പോലുമില്ലല്ലോ നീ. നിനക്കിത് എന്താ പറ്റിയേ? സിദ്ധു അവളെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. തുടരും. ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ കേൾക്കാം. സ്റ്റോറി ഇഷ്ടമായ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ കൂട്ടുകാരെ.